ഈ ഡിമാൻഡുകൾ, നിങ്ങൾ മുമ്പോട്ട് വെച്ച ഡിമാൻഡുകൾ നേടാതെ ഈ സമരം അവസാനിപ്പിച്ചാൽ അത് ആശാവർക്കർമാരുടെ പ്രശ്നം മാത്രമാവില്ല അവതാളത്തിലാവുന്നത്. പകരം ഈ കേരളത്തിൻ്റെ പണിയെടുക്കുന്ന മുഴുവൻ വിഭാഗങ്ങളുടെയും പോരാട്ടങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും അത് വലിയ വലിയ ഹാനി വരുത്തി വയ്ക്കും. അതുകൊണ്ട് ഡിമാൻഡുകൾ നേടിക്കൊണ്ടേ നിങ്ങൾ പിന്മാറാൻ പാടുള്ളൂ എന്ന് ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. പലരും അഭ്യർത്ഥിക്കുകയും ചെയ്തു. തീർച്ചയായും എല്ലാവർക്കും അറിയാം, ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യമല്ല. 21,000 രൂപ നൽകണമെന്നത് ഏറ്റവും മിനിമം ആവശ്യമാണ്. ആ മിനിമം ആവശ്യത്തിൻ്റെ മുകളിൽ പോലും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഏറ്റവും അവസാനം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയിരിക്കുന്ന ചർച്ചയിൽ ഞങ്ങൾ അവർ മുമ്പോട്ട് വെച്ച കമ്മിറ്റി എന്ന ഒരു കാര്യത്തെ, നിർദ്ദേശത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഇന്ന് കമ്മിറ്റിക്ക് വിടാം, പക്ഷേ 2 കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റൂ. ഓണറേറിയം വർധനവും അതേപോലെ വിരമിക്കൽ ആനുകൂല്യവും 5 ലക്ഷം രൂപ എന്നതും. ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം കമ്മിറ്റിക്ക് വിടാം. എന്നിട്ട് ഒരു പടി കൂടി ഞങ്ങൾ താന്നുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, 3000 രൂപ ഒരു താൽക്കാലിക ആവശ്യമെന്ന നിലയ്ക്ക്, ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 3000 രൂപ നിങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കും. ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ കമ്മിറ്റിക്ക് വിട്ടോളൂ, ബാക്കി തുക കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന് വരെ ഞങ്ങൾ അവസാനം പറഞ്ഞു. പക്ഷേ അപ്പോൾ പോലും ആ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല അന്ന്. അതാണ് വിട്ടുവീഴ്ച. സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകൾക്ക് ഞങ്ങൾ 21,000 വെച്ചാൽ, തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ആവശ്യം വെച്ചാൽ ഞങ്ങൾക്ക് അത്ര തരാൻ പറ്റില്ല, ഇത്ര തരാം എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു തൊഴിൽ സമരങ്ങളെയും കാണാത്ത വിധം ഞങ്ങൾ അങ്ങോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾ 3000 തൽക്കാലം അനുവദിക്കും, ബാക്കി നമുക്ക് ചർച്ചയ്ക്ക് കമ്മിറ്റിക്ക് വിടാമെന്നുള്ള നിർദ്ദേശം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ടുണ്ടാവുക ചെയ്തു. ഇത്രയധികം വിട്ടുവീഴ്ച മറ്റേത് തൊഴിൽ സമരത്തിൽ ഒരു തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും തൊഴിലാളി സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണ്ടിട്ടില്ല. അത്രമാത്രം വിട്ടുവീഴ്ചയിലാണ് ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇനിയും നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇനിയും ഉയർന്ന തലത്തിലുള്ള ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം ഒത്തുതീർപ്പാവും. ഈ സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പകരം ഓണറേറിയമാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞങ്ങൾ JP നദ്ദയ്ക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഈ സമരപന്തലും സന്ദർശിച്ച എല്ലാ വേളയിലും അവരോടും ഇപ്രാവശ്യം ഈ ആവശ്യം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായി അവരുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ നടന്ന ചർച്ചയുടെയും ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം പാർലമെൻറ്റിനകത്ത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ JP നദ്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇനിയും തീർച്ചയായിട്ടും ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിക്കണമെന്ന സമരവുമായിട്ടും ആവശ്യമായിട്ടും ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമാണ്. ഞങ്ങൾ ഈ 233 രൂപയ്ക്കാണ് ഈ ആശാ വർക്കർമാർ ഒരു ദിവസം പണിയെടുക്കുന്നത് എന്നുള്ളത് ഇന്ന് ലോകം എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ 233 രൂപ എന്നത് 7,000 രൂപയുടെ ഡിവിഷനാണ്. 7,000 രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് 2023 ഡിസംബറിലാണ്. നിങ്ങൾ ഓർക്കണം. അതായത് 7,000 ആക്കിയിട്ട് 1,000 രൂപ, 6,000-ൽ 1,000 രൂപ വർധന വരുന്നത് 2023 ഡിസംബറിലാണ്. അത് വർഷം കഴിഞ്ഞല്ലോ. ഇത് 2024 മാർച്ചായില്ലേ? 25 മാർച്ചായി. ഇതിനിടയ്ക്കുള്ള ജീവിത സൂചിക നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്, ഗവൺമെൻറ് അംഗീകരിച്ചാണ്. ഏതാണ്ട് 1,350 രൂപയോളം
ജീവിത നിലവാരത്തിൽ വർധനവുണ്ടായി, DA വർധന ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 7000 രൂപയുടെ ഒരു സമീകരണം നടത്തുകയാണെങ്കിൽ, ജീവിത നിലവാര സൂചികയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ പണിയെടുക്കുന്ന ആളുകൾക്കും അത് കിട്ടുന്നതാണ്. അതുപോലും സമീകരണം നടത്തുകയാണെങ്കിൽ 1350 രൂപയെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഈ 7000-നെങ്കിലും ഒരു ഉറപ്പുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതുപോലും ജീവിത നിലവാര സൂചിക അനുസരിച്ച് പോവുകയുള്ളൂ. 1350 രൂപയെങ്കിലും പറയും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, ഇവർ നടത്തുന്ന ജോലി അവർക്ക് ഒരുപാട് ചിലവുള്ളതാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് കൂലി വേണം, ഓട്ടോ കൂലി വേണം, വെള്ളം കുടിക്കണം, അതുപോലുള്ള യാത്രാ ചിലവുകളുണ്ട്. അവർക്ക് ഫോൺ ചാർജ് ചെയ്യണം, ചില ആളുകൾക്ക് പിന്നെ സ്കൂട്ടറുകളുണ്ട്, അതിന് പെട്രോൾ അടിക്കണം, തുടങ്ങിയ ചിലവുകളുണ്ട്. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഈ 233 രൂപയുടെ ഒരു 40 മുതൽ 50% വരെ അവരുടെ ജോലിക്ക് വേണ്ടി ചിലവാകുന്നുണ്ട്. അതായത് ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്ന ചിലവുകളാണ്. അപ്പോൾ ആ ചിലവുകൾ കൂടി കൂട്ടുകയാണെങ്കിൽ ഈ 233 എന്നത് എത്ര താഴ്ന്നു പോയി എന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു 100 രൂപ കൂടി ഈ 233-ൽ ഒരു 100 രൂപ കൂടി കൂട്ടി ഇപ്പോൾ പ്രഖ്യാപിക്കൂ, ബാക്കി നിങ്ങൾ പിന്നെ പ്രഖ്യാപിക്കുന്നു. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് നോക്കണം. അതായത് 3000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപയാണ് കൂട്ടുന്നത്. അപ്പോൾ ദിവസം 100 രൂപ കൂടി കൂട്ടാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത്രമാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഈ സമരം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സർക്കാർ, മുഖ്യമന്ത്രി പ്രത്യേകിച്ചും പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.